ഇന്നലെ വൈകിട്ട് 5:30-ഓടെ ഷഹീനയുടെ മാതാപിതാക്കൾ മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിലെത്തുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഷഹീനയെയാണ് മുന്നിൽ കണ്ടത്. തൊട്ടിപ്പുറത്ത് മദ്യപിച്ച് ലക്കുകെട്ടിരിക്കുന്ന മകൻ ഷംഷാദും. ഷംഷാദിനെ എതിർപ്പ് വകവയ്ക്കാതെ മാതാപിതാക്കൾ വിവരം പോലീസിനെ അറിയിക്കുന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സഹോദരിയെ മർദ്ദിച്ചത് താനാണെന്ന് ഷംഷാദ് സമ്മതിക്കുന്നു. ജൂൺ 14-ാം തീയതിയാണ് ദന്തചികിത്സയുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഷഹീനയും ഷംഷാദും മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യുന്നത്. ആങ്ങളെയും പെങ്ങളും ഇവിടെ ഒരു റൂം എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. PMS കോളേജിൽ ട്രീറ്റ്മെൻറ്റ് വന്നാണെന്നാണ് അവർ പറഞ്ഞത്. ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. ട്രീറ്റ്മെൻറ്റാണ്, നമുക്ക് സംശയിക്കാനൊന്നുമില്ല. ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കതിനകത്ത് സംശയിക്കാനൊന്നുമില്ലായിരുന്നു. ആദ്യം അപ്പാർട്ട്മെന്റ് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തെങ്കിലും പിന്നീട് ഈ മാസം 24 വരെ റൂം വേണമെന്ന് ഉടമയോട് ഇവർ ആവശ്യപ്പെട്ടു. വട്ടപ്പാറയിലെ ആശുപത്രിയിലേക്ക് പോകാൻ പോത്തൻകോട് സ്വദേശികളായ ഷംഷാദും ഷഹീനയും എന്തിന് മണ്ണന്തലയിൽ വീടെടുത്തു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞ 6 മാസമായി ഷഹീന കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷഹീനയുടെ പല സൗഹൃദങ്ങളും തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നതായി ഷംഷാദ് പറഞ്ഞത്. ഷഹീന നിരന്തരം ആരെയോ വീഡിയോ കോൾ ചെയ്തിരുന്നെന്നും അതാണ് സഹോദരിയുടെ ദാമ്പത്യ ജീവിതം തകരാൻ കാരണമായതെന്നും പ്രതി ഷംഷാദ് വിശ്വസിച്ചു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും കടന്നത്. കൃത്യം നടന്ന ദിവസം ഉച്ചയ്ക്കാണ് ഷംഷാദിന്റെ സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖ് ഒരു സ്കൂട്ടറിൽ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. അറസ്റ്റിലാകുമ്പോൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നു. എന്തിനാണ് വിശാഖ് എത്തിയത്, കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഷഹീനയുടെ മൃതദേഹം മാതാപിതാക്കൾക്ക് വിട്ടു നൽകി. ഇരു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊലപാതകം ആസൂത്രിതമാണോ അതോ മദ്യലഹരിയിൽ ഉണ്ടായ കയ്യബദ്ധമോ? കേസിൽ നിർണായകമാകുന്നത് മാതാപിതാക്കളുടെ മൊഴിയാകും. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.